ഒരു ബേസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി മോഡലാണ്. ഇത് നമുക്ക് ശരിക്കും ബൾക്കായിട്ട് ഒരു ദിവസം 10 കിലോ 20 കിലോ ഒക്കെ വേസ്റ്റ് വരുന്ന ആൾക്കാർക്ക് അത് അവരുടെ ആ സ്പേസിൽ വെച്ചിട്ട് തന്നെ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിന്നാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസുകാര്, ഹോട്ടലുകാർ, അവർക്കൊക്കെ വളരെ അടിപൊളിയായിട്ട് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ GI പൈപ്പിലും മെഷിലുമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഡോർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഇത് വേസ്റ്റ് നമ്മൾ ഇട്ട് അതിനുശേഷം വളമായി കഴിയുമ്പോൾ ഇവിടെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ തന്നെ ഇവിടെ കുറച്ച് സ്കൂളുകൾക്കും കോളേജുകൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റ് ഇതിനകത്ത് കമ്പോസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലൊരു മോഡൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഈ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ട് വളരെ നല്ല രീതിക്ക് നല്ല അടിപൊളിയാക്കി ഈ സാധനം നിർത്താൻ പറ്റും. ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഫീൽ ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. ഇത് നമ്മൾ അടിച്ചു വാരി എടുക്കുന്ന കരിയിലാണ്, നമ്മുടെ പറമ്പിലുള്ള കരിയിലാണ്. ഈ കരിയിലൊന്നും നമ്മൾ വെറുതെ കളയണ്ട. ഇത് നമ്മൾ ഇതിന്റെ അടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളൊന്ന് നിരത്താനായിട്ട് നമുക്ക് ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിനകത്തുകൂടെ നമുക്ക് ഇതിങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഇടുന്ന വെച്ചാൽ നമ്മൾ ഇടുന്ന ഇനോക്കുല അല്ലെങ്കിൽ ചകിരിച്ചോറൊക്കെ ഇതിന്റെ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിയില ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വെറുതെ നമുക്ക് കിട്ടുന്ന ഇത് മിക്സ് ചെയ്യാത്ത ചകിരിച്ചോറാണ്. ഈ ചകിരിച്ചോറ് കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ നമുക്കിപ്പോ ഈ വേസ്റ്റ് ഒക്കെ അഴുകുമ്പോൾ എക്സസ് ആയിട്ട് വെള്ളം വരും. ആ വെള്ളത്തിന് വലിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ ചകിരിച്ചോറ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും വെള്ളം, അതായത് ലീച്ചിട്ട് ഒട്ടും താഴത്തേക്ക് വീഴാത്ത രീതിയിൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മളൊരു 2 ഇഞ്ച് തിക്നെസ് ആ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. കാരണം കറക്റ്റായിട്ട് വെള്ളം വലിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ അടച്ചിവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഇതൊരു ലോക്കിംഗ് സംവിധാനമുള്ള സ്ഥലമാണ്. ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സേഫ് ആയിട്ടിരിക്കും. കൊടുക്കാം. ഇതിന്റെ നമ്മൾ സാധാരണ ചകിരിച്ചോറ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് നമ്മുടെ ഇനോക്കല നമ്മൾ ഇട്ട് കൊടുക്കും. ഇത് നമ്മുടെ പെനിട്രോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പെനിട്രോൾ മിക്സ് ചെയ്ത ചകിരിച്ചോറ് ആണ് ഇതിനകത്ത്. അത് നമ്മളിങ്ങനെ കുറച്ച് വിതറി കൊടുക്കുക. ഇതിന് ശേഷം ഇതിന്റെ പുറത്തേക്ക് നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ക്യാബേജിന്റെ തൊലിയാണ്, മാർക്കറ്റിലെ വേസ്റ്റ് ആണ്. ഇതൊക്കെ അഴുകി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും വരുന്നത്. അത് പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഇനോക്കുലം, നമ്മുടെ പെനിട്രോൾ മിക്സ് ചെയ്തത് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഡീകമ്പോസ് ചെയ്യുക. അത് മാത്രമല്ല യാതൊരുവിധ സ്മെല്ലും ഉണ്ടാകത്തില്ല. നിരത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ഈ ക്യാബേജിന്റെ തൊണ്ടായതുകൊണ്ടാണ് ഇതുപോലെ ബൾക്കി ആയിട്ട് കിടക്കുന്നത്. മറ്റു വേസ്റ്റുകളൊന്നും ഇത്രയും ഒരു തിക്നെസ്സിൽ വരാറില്ല. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ലെയർ ഇടുമ്പോഴും നമ്മൾ ഇനോക്കുല അതിന്റെ മേളിൽ വിതറി കൊടുക്കുക. അപ്പൊ ഇത് പെട്ടെന്ന് അഴുകാനും അതുപോലെ തന്നെ അത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് നല്ല വളമായിട്ട് മാറാനും ഒക്കെ സഹായിക്കും. അതുപോലെ യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല. കാരണം ഈ ക്യാബേജിന്റെ ഇലയൊക്കെ അഴുകി കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പൊ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സ്മെല്ലുണ്ടാവത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് ഉണങ്ങിയ ചാണകമാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഈ ഉണങ്ങിയ ചാണകം കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കോഴിക്കാഷ്ടം, അതുപോലെ എല്ലാത്തരം കാഷ്ടങ്ങളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വളത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കാറ്ററിംഗുകാരൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചോളം ഇത് ഒരു എക്സ്ട്രാ ഒരു വളമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് അതുപോലെ തന്നെ ഇത് പച്ചക്കറിയുടെ വേസ്റ്റ് ആണ്, മാർക്കറ്റിലെ പച്ചക്കറി വേസ്റ്റ് ആണ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ അഴുകിയ സാധനം കേട്ടോ. ഇതൊക്കെ നല്ല സ്മെല്ല് ഇപ്പൊ തന്നെ ഉണ്ട്.
ഇത്രയും ദിവസത്തെ ഒരു 2-3 ദിവസത്തെ വേസ്റ്റ് ആണ് ഈ കണ്ടത്. അതുകൊണ്ടാണ് ഇത് ഇത്ര അഴുകിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ നല്ല സ്മെല്ലുണ്ട്. നമ്മൾ കുറച്ച് ഇത് ഇട്ടതിന് ശേഷം എപ്പോഴും ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഇനോക്കുലൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ സ്മെല്ലും ഇല്ലാതെ ഈ സാധനം കമ്പോസ്റ്റ് ചെയ്ത് വളമായി മാറി കിട്ടുക. അപ്പം പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഒരു വേസ്റ്റ് നമ്മൾ വലിച്ചെറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ റോഡ് വക്കിലേക്കോ ഇതൊന്നും വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് 30 ദിവസം കൊണ്ട് ഇതിനെ നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും. പിന്നെ വെച്ചാൽ ഇത് ഒരു ബൾക്കായിട്ട് വേസ്റ്റ് ചെയ്യുന്നവർക്കാണ്, ഇതൊരു 10 കിലോ ഒക്കെ വേസ്റ്റ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ 30 ദിവസം കൊണ്ട് ഇത് നിറയത്തുള്ളൂ. അപ്പൊ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇപ്പുറത്തേൽ സ്റ്റാർട്ട് ചെയ്യാം. 2 കള്ളിയായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിറയുന്ന സമയത്ത് ഇതിനകത്ത് വളമായിട്ട് മാറും. അപ്പോൾ ഇതെടുത്ത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഈ ഒരു മോഡൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ബൾക്കായിട്ട് വേസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദം ഇങ്ങനത്തെ മോഡൽ ഉണ്ടാക്കിയെടുക്കലാണ്. നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ശരിക്കും കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് കമ്പോസ്റ്റ് ചെയ്ത് നല്ലൊരു വളമായിട്ട് മാറും. അതുപോലെ തന്നെ ഒരിക്കലും പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ജൈവ മാലിന്യത്തെ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.